പ്രാഗിൽ വന്നിട്ട് കുറച്ച് കോയിന് വേണ്ടിയിട്ട് തെണ്ടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി ഞങ്ങൾക്ക്. യൂറോപ്യൻ സിറ്റികളിൽ പൊതുവെ പലതരത്തിലുള്ള ടിക്കറ്റുകളുണ്ട്. നമ്മൾ ഒരു ഒറ്റ യാത്രയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാവുന്ന ടിക്കറ്റ്, ഒരു മാസത്തേക്ക് യാത്ര ചെയ്യാവുന്ന ടിക്കറ്റ്, ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്യാവുന്ന ടിക്കറ്റ്. ആ ടിക്കറ്റ് എടുത്താൽ പിന്നെ അവിടെയുള്ള എല്ലാ ട്രാവൽ സംവിധാനങ്ങളിലും നമുക്ക് ഫ്രീ ഒരു ദിവസം എത്ര വേണമെങ്കിലും കയറാം, എവിടെ വേണമെങ്കിലും പോവാം. അങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം. പ്രാഗിലെത്തിയ ഞങ്ങൾ ഒരു ദിവസമാണ് താമസിക്കുന്നത്. അപ്പോൾ 24 മണിക്കൂറിന് വേണ്ട ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് അലഞ്ഞു. ആദ്യം അവിടെയുള്ള ഏറ്റവും പുരാതനമായ നമസ്തേ റിപ്പബ്ലിക് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് അവരോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ കാർഡിൽ മാത്രമേ അവർ ടിക്കറ്റ് തരുള്ളൂ, ക്യാഷിൽ തരില്ല. അങ്ങനെ ഞങ്ങൾ യൂറോ മാറ്റി അവരുടെ ലോക്കൽ കറൻസി ആക്കി മാറ്റിയിട്ട് അതുമായിട്ട് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ കാണിച്ചു തന്നു. അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ക്യാഷുമായി ചെന്നപ്പോൾ ആ ടിക്കറ്റ് വെൻഡിങ് മെഷീൻ കേവലം കോയിൻസ് മാത്രമേ എടുക്കുള്ളൂ. ഇവിടെ 50 രൂപയുടെ വരെ കോയിൻസ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ അടുത്താണെങ്കിൽ ഹാർഡ് ക്യാഷ് നോട്ടുകളായിട്ടാണുള്ളത്. പിന്നെ ഞങ്ങൾ ആ നോട്ട് മാറ്റാൻ വേണ്ടി ഏകദേശം 240 ലോക്കൽ കറൻസി വേണം. 240 രൂപക്കുള്ള അവിടുത്തെ ലോക്കൽ കറൻസിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തെണ്ടി അവസാനം കണ്ടെത്തി. ചെക്ക് റിപ്പബ്ലിക് കൊറൂണ, ഇതാണ് അവരുടെ കറൻസിയുടെ പേര്. CZK എന്ന ഷോർട്ട് ഫോമിൽ എഴുതും.